ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിൽ ഈ വർഷം UP വിഭാഗത്തിൽ തയ്യാറെടുക്കുന്നവർക്ക് സഹായകമായ മുൻ വർഷത്തെ ചോദ്യാവലി പരിചയപ്പെടുത്തുകയാണ്. ഇത് പരിചയപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഈ വർഷത്തെ ക്വിസിനെ നേരിടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്കൂൾ തല ക്വിസിനുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ക്വിസ് മാസ്റ്റർക്കുള്ള നിർദ്ദേശങ്ങളാണെങ്കിലും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സ്കൂൾ തല ക്വിസ് മത്സരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇതോടൊപ്പം ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. 20 ചോദ്യങ്ങളാണ് മത്സരത്തിന് ഉപയോഗിക്കേണ്ടത്. അതായത് ക്വിസിൽ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടൈ വരികയാണ്, ഒരേ സ്കോർ ഒന്നിലധികം പേർ നേടുകയാണെങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ് അവസാനത്തെ 5 ചോദ്യങ്ങൾ. 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സമ്മാന പുസ്തകവും സർട്ടിഫിക്കറ്റുമുണ്ട്. അവ ഉപജില്ലാ മത്സര കേന്ദ്രത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് നൽകുക. 1ഉം 2ഉം സ്ഥാനക്കാരാണ് ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അതായത് സ്കൂൾ തലത്തിൽ നിന്ന് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും ഓരോ വിദ്യാർത്ഥിയെയാണ് തിരഞ്ഞെടുക്കുക. ഒരേ സ്കോർ വരികയാണെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ ടൈ ബ്രേക്ക് ചെയ്യണം. സ്കൂളിന്റെ സാധ്യതക്കനുസരിച്ച് ചോദ്യം ചോദിക്കുകയോ ഉത്തരങ്ങൾ എഴുതിക്കുകയോ ചെയ്യാം. 1ഉം 2ഉം സ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികളുടെ പേര് വിവരം പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി കുട്ടികളെ ഏൽപ്പിക്കണം. ഉപജില്ലാ മത്സര കേന്ദ്രത്തിലെ രജിസ്ട്രേഷന് അത് ആവശ്യമാണ്. ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന തലത്തിലും വ്യക്തിഗതമായാണ് മത്സരം. അതായത് പ്രത്യേകം ഓർമ്മിക്കുക, ക്വിസ് മത്സരത്തിൽ നിങ്ങൾ സ്കൂൾ തലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന തലത്തിലും ഒറ്റയ്ക്ക് തന്നെയാണ്, ടീമായിട്ടല്ല മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. നമുക്കിനി ചോദ്യങ്ങൾ പരിചയപ്പെടാം. 1ാമത്തെ ചോദ്യം, പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. കവിയുടെ പേരെന്ത്? ചെറുശ്ശേരി. 2ാമത്തെ ചോദ്യം, ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹിരോഷിമ, നാഗസാക്കി ദിനങ്ങളുടെ ഓർമ്മകൾ കഴിഞ്ഞയാഴ്ച കൂട്ടുകാർ പുതുക്കിയല്ലോ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഹിബാക്കുഷ. ചോദ്യം 3, കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം വി ശിവൻകുട്ടി. ചോദ്യം 4, 1893 വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകൻ, അദ്ദേഹത്തിന്റെ പേര്? അയ്യങ്കാളി. ചോദ്യം 5, ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി, ആ പദ്ധതിയുടെ പേര്? ശരണബാല്യം. ചോദ്യം 6, 1നും 50നും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണ്? ഉത്തരം 47. ചോദ്യം 7, സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിന്റെ പുതിയ പേര്? എക്സ് എന്നാണ് പുതിയ പേര്. ചോദ്യം 8, ക്യൂണിക്കൾച്ചർ ശാസ്ത്രീയമായി ഏത് ജീവിയെ വളർത്തുന്നതാണ്? ക്യൂണിക്കൾച്ചർ എന്നാൽ മുയൽ വളർത്തൽ ആണ്, മുയൽ. ചോദ്യം 9, കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം 10, 1888 അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രസിദ്ധമായി തീർന്നു. ആരാണ് ആ പ്രതിഷ്ഠ നടത്തിയത്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 11, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത് സംസ്ഥാനം. അക്ഷരമുറ്റം ക്വിസ് വീഡിയോകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദ്യം 12, 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടി ചരിത്രം കുറിച്ച ഇന്ത്യക്കാരി? ഉത്തരം മനു ഭാക്കർ. ചോദ്യം 13, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ.
ചോദ്യം 14. താഴെ തന്നിരിക്കുന്നതിൽ ഭൂഖണ്ഡം ഏതാണ്? ഇഞ്ചി, മരച്ചീനി, ബീട്രൂട്ട്, കാരറ്റ്. ഉത്തരം ഇഞ്ചി. ചോദ്യം 15. പിക്ക് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദി വേർഡ് ഡീപ്പ്. ഡീപ്പ് എന്നതിന്റെ കൃത്യമായ വിപരീത പദം എഴുതുക. വൈഡ്, ഫാർ, ഹാർഡ്, ഷാലോ. ഡീപ്പ് എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഷാലോ. ചോദ്യം 16. ആൻ ഫ്രാങ്ക് ജനിച്ച സ്ഥലം ഇന്ന് ഏത് രാജ്യത്താണ്? ജർമ്മനി, ഹോളണ്ട്, പോളണ്ട്, ബെൽജിയം. ഉത്തരം ജർമ്മനി. ചോദ്യം 17. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, നദിയുടെ പേരു ഞാൻ മറന്നുപോയി. നൈലോ, യുഫ്രട്ടീസോ, യാങ്സിയോ, യമുനയോ. നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം അവർ, കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ. ഇത് ആരുടെ കവിതയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ചോദ്യം 18. ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗരദൗത്യം. ഉത്തരം ആദിത്യ L1. ചോദ്യം 19. അടുത്തിടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഉയർന്നുവന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ആ പ്രധാനമന്ത്രിയുടെ പേര് എന്താണ്? ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന. ചോദ്യം 20. ഇന്ത്യൻ എ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട വയനാട്ടുകാരി. മിന്നുമണി. ഉത്തരം മിന്നുമണി. ടൈ വരികയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ കൂടി ഉപയോഗിച്ചാലും 1, 2 സ്ഥാനത്തേക്ക് ടൈ വരികയാണ് എങ്കിൽ അതിൽ ടൈ ബ്രേക്ക് ചെയ്യാൻ അവർക്കായി ചോദിക്കാനുള്ള ഈ ചോദ്യങ്ങളാണ്. ഇനി 1. ലോക്സഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന എത്ര അംഗങ്ങൾ ഉണ്ട്? ഉത്തരം 543 അംഗങ്ങൾ. ചോദ്യം 2. ഭൂമി കഴിഞ്ഞാൽ മനുഷ്യർ കാലുകുത്തിയ ഏക ഗോളം ചന്ദ്രനാണ്. ഏത് വർഷമായിരുന്നു ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്? ഉത്തരം 1969 ജൂലൈ 21. ചോദ്യം 3. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ടോൾസ്റ്റോയ്. രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 4. ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന തീയതി? ഏപ്രിൽ 5, 1957. ചോദ്യം 5. കേരള സർക്കാർ നിയമസഭാ നടപടികൾ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിച്ച ചാനലിന്റെ പേര്? സഭ TV. ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.